പിന്നെ ഇതിൻ്റെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇത് ഇന്നത്തെ കാലത്ത് ഈ കട്ട് ഫ്ലവറിൻ്റെയൊക്കെ ഇത് ആഗമനം കൊണ്ടിട്ട് ഇതിൻ്റെ വാല്യൂ കുറഞ്ഞു വരികയാണ്. പക്ഷെ അത് കാരണം ഇതിൻ്റെ ഡിമാൻഡ് കൂടുതലാണ്, വിലയും കൂടുതലാണ്. മാർക്കറ്റ് ഫാമേഴ്സിന് കിട്ടുന്ന ഫലം മീൻസ് പ്രോഫിറ്റ് ഇതിൽ നിന്ന് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫെസ്റ്റിവൽ സീസൺസിലൊക്കെ ഇതിന് 1 കിലോയ്ക്ക് 2000 രൂപ വരെ പോകും. അല്ലാതെ റെഗുലർ സീസൺ ആണെങ്കിൽ 700-800 റുപ്പീസ് പെർ kg ആണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ. പിന്നെ ആ കാണുന്നത് ഒരു 3, ഇത് ഞാൻ 2 പറഞ്ഞു, അർക്ക ചെന്ന, അർക്ക അമ്പര. നെക്സ്റ്റ് വെറൈറ്റിയാണ് ഇത് അർക്ക കനക എന്ന് പറയും. ഇതിനൊരു ഗോൾഡ് കനക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഗോൾഡൻ ഷെയ്ഡുള്ള ഒരു വെറൈറ്റിയാണ് അർക്ക കനക. അപ്പോൾ ഇത് ആക്ച്വലി ഇത് നമ്മുടെ മാലയ്ക്കും പൂജയ്ക്കൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ അതിനെക്കാട്ടും ഉപരി ഈ ഗാർഡനിങ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമുക്കിപ്പോൾ ഗാർഡൻ ബെഡ്സ് ലോണിനൊരു ബോർഡർ വേണമെങ്കിൽ അങ്ങനെ ബോർഡർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അർക്ക കനക. കാരണം കളർ നല്ല അട്രാക്റ്റീവാണ്. എപ്പോഴും 365 ഡേയ്സ് നമ്മുടെ വർഷം മുഴുവനും ഇത് പൂക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സഫീന, ICAR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചറൽ റിസർച്ചിൽ പ്രധാന വിജ്ഞാനിയായി വർക്ക് ചെയ്യുന്നു. ഇവിടെ ഞാൻ മെയിനായിട്ട് കനകാംബരം ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മെയിനായിട്ട് 5 തരത്തിലുള്ള 5 വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. അതിൽ മുഖ്യമായിട്ട് ഫാർമേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള വെറൈറ്റി ഒന്നാണ് അർക്ക ചെന്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതാണ്. അർക്ക ചെന്നയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അർക്ക ചെന്ന ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോക്കൽ വെറൈറ്റീനെ കമ്പയർ ചെയ്യുമ്പോൾ ലോക്കൽ വെറൈറ്റി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അത് ലോക്കൽ വെറൈറ്റി പോലെ ഇരിക്കും. ഫാർമേഴ്സ് അങ്ങനത്തെ വെറൈറ്റീസാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോക്കൽ വെറൈറ്റി ഒരു ദിവസം കൊണ്ട് അതിൻ്റെ ഷെൽഫ് ലൈഫ് പോകും. ബട്ട് ഇതിൻ്റെ നല്ല ഷെൽഫ് ലൈഫ് ഉണ്ട്. ലോക്കൽ വെറൈറ്റീൻ്റെ ഡബിൾ ഷെൽഫ് ലൈഫ് ഉണ്ട്. ഈൽഡും അതുമാതിരി 2 ദിവസം വരും. 2 ദിവസം ഷെൽഫ് ലൈഫ് ഉണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റോക്ക് ഈ പറയുന്ന ഇത് നല്ല പെറ്റൽ അത് നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ അത് കാരണം അതിന് ഷെൽഫ് ലൈഫ് ഉണ്ട്. ഈൽഡും ലോക്കൽ വെറൈറ്റീസിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 4 times കൂടുതൽ ഈൽഡ് ഉണ്ട്. ഓൾമോസ്റ്റ് 4 to 4.8 tons per acre ആണ് ഇതിൻ്റെ ഈൽഡ്. 4 to 4.25 tons ഒരു ഏക്കറിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ വിളവ് ലഭിക്കും. പിന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് വെറൈറ്റിയാണ് ഈ അർക്ക അമ്പര. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇതിൻ്റെ ഫ്ലവർ സൈസ് കുറച്ച് വലിയ ഫ്ലവർ സൈസ് വലിപ്പത്തിൽ ഇത് ചെന്നൈനെക്കാട്ടി കൂടുതലാണ്. അത് കാരണം വലിയ ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമ്മുടെ ഹെയർ വേണിയായിട്ടും ഗാർലൻഡായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈൽഡ് എന്ന് പറഞ്ഞാൽ അർക്ക ചെന്നൈനെക്കാട്ടി കൂടുതൽ ഈൽഡ് ഉണ്ട്. അർക്ക ചെന്ന 4.8 tons ആണെങ്കിൽ ഇതിൻ്റെ ഈൽഡ് എന്ന് പറയുന്നത് 5.9 tons per acre. അപ്പോൾ അതാണ് ഇതിൻ്റെ. പക്ഷെ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റിൽ കൂടുതൽ പോകുന്ന ചെറിയ സൈസുള്ള ഫ്ലവറാണ്. പിന്നെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ. ആക്ച്വലി ഇത് ഈ നമ്മുടെ ഈ IHR വികസിപ്പിച്ചെടുത്ത ചെടികൾ നമ്മുടെ കനകാംബരത്തിന് സീഡ് സെറ്റ് ഉണ്ടാവത്തില്ല. ഇത് ട്രിപ്ലോയിഡ് എന്ന് പറയും. അപ്പോൾ ഇത് മെയിൻലി നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നമ്മുടെ റൂട്ടഡ് കട്ടിങ്സ് വെച്ചിട്ടാണ് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു റൂട്ടഡ് കട്ടിങ് നമ്മുടെ ഇവിടുന്ന് 14 rupees-ആണ്, 14 രൂപയ്ക്കാണ് ഇത് വിറ്റ് പോകുന്നത്. അപ്പോൾ ഒരു ഏക്കറിന് നമുക്ക് ഏതാണ്ട് 15,000 പ്ലാന്റ്സ് വരെ നടാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇത് ഇന്നത്തെ കാലത്ത് ഈ കട്ട് ഫ്ലവറിൻ്റെയൊക്കെ ഇത് ആഗമനം കൊണ്ടിട്ട് ഇതിൻ്റെ വാല്യൂ കുറഞ്ഞു വരികയാണ്. പക്ഷെ അത് കാരണം ഇതിൻ്റെ ഡിമാൻഡ് കൂടുതലാണ്, വിലയും കൂടുതലാണ്. മാർക്കറ്റ് ഫാമേഴ്സിന് കിട്ടുന്ന ഫലം മീൻസ് പ്രോഫിറ്റ് ഇതിൽ നിന്ന് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫെസ്റ്റിവൽ സീസൺസിലൊക്കെ ഇതിന് 1 കിലോയ്ക്ക് 2000 രൂപ വരെ പോകും. അല്ലാതെ റെഗുലർ സീസൺ ആണെങ്കിൽ 700-800 റുപ്പീസ് പെർ kg ആണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ. പിന്നെ ആ കാണുന്നത് ഒരു 3, ഇത് ഞാൻ 2 പറഞ്ഞു, അർക്ക ചെന്ന, അർക്ക അമ്പര. നെക്സ്റ്റ് വെറൈറ്റിയാണ് ഇത് അർക്ക കനക എന്ന് പറയും. ഇതിനൊരു കനക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഗോൾഡൻ ഷെയ്ഡുള്ള ഒരു വെറൈറ്റിയാണ് അർക്ക കനക. അപ്പോൾ ഇത് ആക്ച്വലി ഇത് നമ്മുടെ മാലയ്ക്കും
പൂജയ്ക്കൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ അതിനെക്കാട്ടും ഉപരി ഈ ഗാർഡനിങ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമുക്കിപ്പോൾ ഗാർഡൻ ബെഡ്സ് ലോണിനൊരു ബോർഡർ വേണമെങ്കിൽ അങ്ങനെ ബോർഡർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അർക്ക കനക. കാരണം കളർ നല്ല അട്രാക്റ്റീവ് ആണ്. എപ്പോഴും 365 ഡേയ്സ് നമ്മുടെ വർഷം മുഴുവനും ഇത് പൂക്കും. ഉള്ളി നമ്മുടെ മഴക്കാലത്ത് കുറച്ച് ഈൽഡ് കുറവായിരിക്കും, അല്ലെങ്കിൽ എല്ലാ വർഷം മുഴുവനും ഇതിൽ നിന്ന് പൂവ് ഇങ്ങനെ ഇടവിട്ട് അല്ല എല്ലാം വരും, എല്ലാ കനകാംബരം. ഇത് ഞാൻ പറയാൻ കാരണം നമ്മൾ ഗാർഡനിങ്ങിന് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ബെനിഫിറ്റ് ആണ്. മീൻസ് ഗാർഡനിങ് ഇഷ്ടമുള്ള ആൾക്കാർ, വീട് കളർഫുൾ ആയിട്ടിരിക്കണം എന്നുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് പോപ്പുലർ ആക്കാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് ഇത് അർക്ക കനക. ഇതിൻ്റെ ഈൽഡ് വന്ന് നോക്കിയാൽ ഓൾമോസ്റ്റ് 5.01 ടൺസ് പെർ ഏക്കറാണ്. 5.01 ടൺസ് പെർ ഏക്കറാണ് ഇതിൻ്റെ ഈൽഡ് വരുന്നത്. പിന്നെ അടുത്തത് ഇത് ഒരു അർക്ക ശ്രീയ എന്ന് പറയുന്ന വെറൈറ്റി. അതും ഈ അമ്പരേൻ്റെ ഓൾമോസ്റ്റ് കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡാണ്, ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന വെറൈറ്റിയാണ് അർക്ക ശ്രീയ. പിന്നെ അവസാനം കാണുന്ന വെറൈറ്റി കണ്ടോ, അത് അർക്ക ശ്രാവ്യ. അത് കുറച്ച് നല്ല വെറൈറ്റിയാണ്. അത് നിങ്ങൾ ഈ വെറൈറ്റി ശ്രദ്ധിച്ച് ഈ വേറെ വെറൈറ്റീസ് ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിന് കുറച്ച് സ്പ്രെഡ് കൂടുതലാണ്, നല്ലോണം ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ വെറൈറ്റി നമ്മുടെ ഈ ലാൻഡ്സ്കേപ്പിങ്ങിനും നമ്മുടെ പോട്ട് കൾച്ചറിനും ഒക്കെ പറ്റും. മീൻസ് കുറച്ച് സ്പ്രെഡിങ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണല്ലോ പോട്ട് കൾച്ചറിനൊക്കെ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിന് പറ്റിയ ഒരു വെറൈറ്റിയാണ് ഇത്. പിന്നെ ഇതിന് വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഇതിൻ്റെ ഈ സ്റ്റോക്ക് നല്ല നീളമുള്ള സ്റ്റോക്കാണ്. അപ്പോൾ ഈ നീളമുള്ളത് കാരണം നമുക്ക് ഈ ചെറിയ ടേബിൾ ടോപ്പ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, കോർപ്പറേറ്റ് ഫംഗ്ഷൻസ്, അവിടെയൊക്കെ നമുക്ക് ഒരു കട്ട് ഫ്ലവറിൻ്റെ ചെറിയ വേസ് അറേഞ്ച്മെന്റ്സിന് ഇതിങ്ങനെ ഹാർവെസ്റ്റ് ചെയ്തിട്ട് അതിലിങ്ങനെ നമ്മുടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്മോൾ ടേബിൾ ടോപ്സ് അറേഞ്ച്മെന്റ്സിനൊക്കെ വളരെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് 3-4 ഡേയ്സ് അതിൻ്റെ വേസ്റ്റ് ലൈഫ് കിട്ടും നമ്മുടെ ഫ്ലോറൽ ഫോംസിൽ ഇതിലിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ ഒരു പ്രത്യേകത ഉള്ള ഒരു വെറൈറ്റിയാണ് ഈ അർക്ക ശ്രാവ്യ. ഇത് മെയിൻലി കട്ടിങ്സ് ആണ്. നമ്മൾ സീഡ്സ് ഇതിൽ ഒന്നിൽ നമ്മൾ സീഡ് സെറ്റ് വരത്തില്ല. അപ്പോൾ മോസ്റ്റ്ലി നമ്മൾ ഇത് കട്ടിങ്സ് ഇത് ഇങ്ങനെ ഒരു 10 to 15 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു കട്ടിങ് ആണ് ഇത് എടുത്തിട്ട് നമ്മൾ ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്യും. എന്നിട്ട് ഈ ഫുള്ള് ലീവ്സ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് മേലുള്ള ലീവ്സ് മാത്രം റീറ്റെയിൻ ചെയ്യും. എന്നിട്ട് നമ്മൾ ഒന്നോ അല്ലെങ്കിൽ 2 നോഡ് നമ്മുടെ ജിഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ കംപ്രസ്ഡ് കോക്കോ പീറ്റ് മീഡിയയിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 months നമുക്ക് റെഡി പ്ലാന്റ് കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 മാസം വരെ നമ്മൾ ഇതിൽ ഈ സ്പൈക്സ് അലൗ ചെയ്യാൻ പാടില്ല. നമ്മൾ 3 മാസത്തിനുള്ളിൽ നമ്മൾ അത്യാഗ്രഹം കൂടിയിട്ട് ഇതിൽ സ്പൈക്സ് അലൗ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റിന്റെ വിഗർ പോകും. അപ്പം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വേണമെങ്കിൽ നമ്മൾ 3 മാസം വരെ ഇതിൽ വരുന്ന എല്ലാ ഇത് ബഡ്സും റിമൂവ് ചെയ്യും, എടുത്ത് കളഞ്ഞിട്ട് 3 മാസത്തിന് ശേഷം നമ്മൾ ഫ്ലവറിങ് അലോ ചെയ്യുക. അങ്ങനെ 3 മാസം കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം മാനേജ് ചെയ്യുകയാണെങ്കിൽ 3 വർഷം 4 വർഷം വരെയും നമുക്കിത് റീറ്റെയിൻ ചെയ്യാം. 1 time ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് 4 വർഷം. ചില ഫാർമേഴ്സൊക്കെ ഈവൻ 5-6 years ദേ ആർ മെയിൻറ്റെയിനിങ് ദ സെയിം ക്രോപ്പ്. ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ മാനേജ്മെന്റ്, എങ്ങനെയാണ് നമ്മൾ ക്രോപ്പിനെ മാനേജ് ചെയ്യുന്നത്. ഫെർട്ടിലൈസേഴ്സ് ഇതിനെല്ലാം നമ്മൾ റെക്കമെൻഡഡ് ഫെർട്ടിഗേഷൻ ഡോസസ് ഉണ്ട്. ഓക്കെ, ആ ഫെർട്ടിഗേഷൻ അതായത് നമ്മുടെ വാട്ടർ സോൾബിൾ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, നമ്മുടെ യൂറിയ, SSP, MOP, അതെല്ലാം നമ്മൾ വീക്ക്ലി ഒരു ഫെർട്ടിഗേഷൻ ഷെഡ്യൂൾ തന്നെ ഉണ്ട്. ഇതിന് ഏതൊക്കെ ഫുള്ള് ഓർഗാനിക് பண்ண முடியாது, ബട്ട് യു ക്യാൻ ട്രൈ. ഇഫ് യുവർ സോയിൽ ഫെർട്ടിലിറ്റി ഈസ് ഗുഡ് യു ക്യാൻ ട്രൈ ഓർഗാനിക് ഓൾസോ. അങ്ങനെ ഓക്കെ. സീഡ്ലിംഗ് അല്ല, റൂട്ടഡ് കട്ടിങ്സ്. ഇതിന്റെ എന്ത് ടെക്നിക്കൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ IIHR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ, ഞാൻ പറയും, എൻ്റെ പേര് സഫീന, എന്നെ കോൺടാക്ട് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും ഫാർമേഴ്സിന് കൊടുക്കുന്നതാണ്. 7507724411. എന്നിട്ട് റീസെൻ്റ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിന് ഒരു മ്യൂട്ടൻ്റ് ആണ്. നമ്മൾ ഈ പറയുന്ന അർക്ക ചെന്നൈൻ്റെ ഒരു മ്യൂട്ടൻ്റ് വെറൈറ്റിയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതെല്ലാം നല്ലോണം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് അങ്ങനെ ഒരു കുറച്ച് കോമ്പാക്റ്റ് ആയിട്ടുള്ള, കുറച്ച് ഡെൻസ് ആയിട്ട് നിൽക്കണം. അപ്പോൾ ഇത് നമ്മുടെ പോട്ട് കൾച്ചറിനും ഇങ്ങനെ ഗാർഡനിങ് ഇഷ്ടമുള്ള ആൾക്കാർക്കും. പിന്നെ കുറച്ച് ഡാർക്ക് റെഡ് ഷെയ്ഡാണ്. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിങ്ങനെ കൊഴിയത്തില്ല. ഇത് ഈ നമ്മുടെ ഈ പ്ലാന്റിൽ തന്നെ 5-6 days ഇതിന് ലൈഫ് ഉണ്ട്. മറ്റേതൊക്കെ പെട്ടെന്ന് അങ്ങ് പൊഴിഞ്ഞു പോകും. പക്ഷെ ഇതിന് കുറച്ചുകൂടെ നല്ലോണം
ഫ്ലവർ ലൈഫ് വാടാതെ നല്ല അട്രാക്റ്റീവ് ആയിട്ട് ഡാർക്ക് റെഡ് കളറിൽ ഇരിക്കും. അപ്പം ഇത് ഗുഡ് ഫോർ പോട്ടിങ്. നമ്മുടെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഗാർഡനിങ് സ്ഥലമില്ലാത്ത ആൾക്കാർക്കാണെങ്കിലും പോട്ട് കൾച്ചറിനും പിന്നെ ഇതുപോലെ ലൂസ് ഫ്ലവർ ആയിട്ടും യൂസ് ചെയ്യാം. പക്ഷേ ഡ്യുവൽ പർപ്പസ് വെറൈറ്റി എന്ന് പറയാം, 2 യൂസ് ഉള്ള ഒരു വെറൈറ്റിയാണ്. അപ്പം ഇത് മീൻസ് നമ്മളിപ്പം ജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്തു, നമ്മളിതിനെ ഇത് ഫർദർ പോപ്പുലറൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. 17ஆம் தேதி மார்ச் மாதம் 2026 இந்திய தோட்டக்கலை ஆராய்ச்சி நிறுவனத்தில் ஹைபிரிட் மோடில் ஒரு ப்ரோக்ராம் பண்ணோம், விர்ச்சுவல் ஹார்டிகல்ச்சர் ஃபேர். ஹார்டிகல்ச்சர் ஃபேர்னு எதுக்காக பண்ணோம் அப்படின்னா, இந்த சீசனில் வளர்கிற காய்கறிகள், மலர்கள் அதை எல்லாமே காட்சிப்படுத்தியிருந்தோம். இதை காட்சிப்படுத்துறது ஏன் விர்ச்சுவல் மோடில் பண்ணோன்னா, எல்லாத்தாலையும் எல்லா டைம்லையும் வந்து பார்த்துறதுக்கு கஷ்டமாக இருக்கும். அதனால் இது வந்து ஆன்லைனில் பண்ணிட்டோம். இந்த ஆன்லைன் அதுக்குன்னு ஒரு லிங்க்கெல்லாம் அனுப்பிச்சிருக்கிறோம், நாங்கள் வெப்சைட்டில் வந்திருக்கு. இப்போ எல்லாம் அந்த நேற்று பார்க்க முடியாதவங்க கூட இனிமேலும் அதை வந்து எடிட் பண்ணி திரும்ப ஆட் பண்ணிகிட்டே இருப்போம். ஸோ அதனால் இங்கே இருக்கிற ஒரு 200 வகையான வெரைட்டிஸ் அதை வந்து நாங்கள் காட்சிப்படுத்தியிருக்கோம். அதில் பார்த்துட்டு அந்த பர்டிகுலர் சயின்டிஸ்ட் அதை பற்றி எக்ஸ்பிளைன் பண்ணியிருப்பாங்க. அதுலேயும் அவங்களோட கான்டாக்ட் நம்பர் கொடுத்துருக்கோம். அதையும் மீறி ஏதாவது உங்களுக்கு வேறு ஏதாவது சிரமங்கள் இருந்துச்சுன்னா, நீங்கள் இந்திய தோட்டக்கலை ஆராய்ச்சி நிறுவனத்தில் நான் வந்து எக்ஸ்டென்ஷன் டிவிஷன் வந்து ஹெட்டாக இருக்கிறேன். அங்கே கான்டாக்ட் பண்ணிங்கன்னா நாங்கள் ஃபர்தராக உங்களையும் அந்த பர்டிகுலர் சயின்டிஸ்டையும் அந்த தொழில்நுட்பங்களுக்கும் உங்களுக்கும் எப்படி அதை யூட்டிலைஸ் பண்ணிக்கலாங்கிறத நாங்கள் தெளிவாக உங்களுக்கு புரிய வைப்போம். மேலும் உங்களுடைய தோட்டக்கலையாக இருக்கட்டும், இல்லை வேளாண்ல எந்த ஒரு சாகுபடியை வந்து அதிகப்படுத்தி நல்ல ஒரு வாழ்வாதாரத்துக்கும் சரி, நல்ல ஒரு பொருளாதாரத்தில் அதிகமாக்குறதுக்கு எங்களுடைய வாழ்த்துக்கள். இந்த இந்திய தோட்டக்கலை ஆராய்ச்சி நிலையம் அப்படிங்கிறது பார்த்திங்கன்னா, இந்தியாவில் இருக்கக்கூடிய தோட்டக்கலை பயிர்களின் புனித தலம். இந்தியாவில் இருக்கக்கூடிய ஒவ்வொரு விவசாயியும், தோட்டக்கலை பயிர் செய்யக்கூடிய விவசாயிகள் கட்டாயம் வாழ்க்கையில் ஒரு முறையாவது இந்த இடத்துக்கு வந்து பார்க்கணும். அந்த அளவுக்கு தோட்டக்கலை பயிர்களுக்கு உண்டான நிறைய விஷயங்கள் இங்கே வச்சிருக்காங்க. விவசாயிகள் வந்து இதை பார்த்து பயனடையணும். பருவமழை ஒத்தபடி பெய்யட்டும், உழவரெல்லாம் தானியத்தை உவப்புடனே